ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഉണ്ടല്ലോ, കൈ നിറയെ എപ്പോഴും മെഹന്തി ഇട്ടുകൊണ്ട് പോകുമായിരുന്നേ. അന്ന് ഈ ഹെന്ന കോൺസൊന്നും അങ്ങനെ അവൈലബിൾ അല്ല. ആകെയുള്ളത് ബിഗ് ബി, സിങ്, പിന്നെ ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മെഹന്തീസൊക്കെയാണ്. അപ്പോൾ ഇത് മാഞ്ഞു പോകുന്തോറും വീണ്ടും വീണ്ടും ഇട്ടിട്ട് പോവുക, എല്ലാവരെയും കാണിക്കുക, അതെനിക്ക് ഭയങ്കര എന്തോ സന്തോഷം കിട്ടുന്ന പോലെയായിരുന്നു. അത് കണ്ടിട്ടാകാം എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ ആൾക്ക് ആനിവേഴ്സറിയുടെ ടൈമിൽ മെഹന്തി ഇട്ട് കൊടുക്കാമോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ഫ്ലോയിൽ ഓക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്ന ടൈമിൽ ഞാൻ ഓർത്തു ആൾ മറന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഞാനും അത് ഇഗ്നോർ ചെയ്ത് തന്നെയാണ് വിട്ടത്. പക്ഷേ ആനിവേഴ്സറിയുടെ ഒരു 3 ദിവസം മുമ്പ് ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടി നമ്മൾ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്, നീ മെഹന്തി ഇടാനായിട്ട് എപ്പോഴാണ് ഇങ്ങോട്ട് പോരാന്ന്. ആ ഒരു ടൈമിലാണ് ഞാൻ മനസ്സിലാക്കണത് അവളെ കൂടാണ്ട് ബാക്കി 9 പേർക്കും കൂടെ ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കണമെന്ന്. അവർക്ക് ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണുള്ളത്. അപ്പോൾ അത്രയും പേർക്ക് ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഫോണിൽ നോക്കിയൊന്നും വരയ്ക്കാനൊന്നും പറ്റില്ല. ഉള്ള നമുക്ക് മൈൻഡിൽ വരുന്ന എന്ത് ഡിസൈനാണോ അതാണ് നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇത്രയും പേർക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കുക? ഫസ്റ്റ് ടൈമാണ് ഞാൻ പുറത്തൊരാൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ആകെ മൊത്തം ടെൻഷനായി. അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം എന്തായാലും പോയി ഇട്ടേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഫ്ലോയ്ക്ക് എന്ന് വരട്ടെ എന്നുള്ള രീതിയിൽ പോയി ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആളെ പേരൻ്റ് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ടെൻഷൻ കൂടിക്കൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ അവളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മെഹന്തി ഇടാൻ അറിഞ്ഞുകൂടാ, ഞാൻ ഫസ്റ്റ് ടൈമാണ് വേറെ ആൾക്ക് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ അവരെനിക്ക് തന്നൊരു സപ്പോർട്ടുണ്ടല്ലോ, അതെനിക്ക് വീണ്ടും ഇടാനായിട്ടൊരു കോൺഫിഡൻസ് തരുന്ന പോലെയാണ്. അങ്ങനെ ആ ഒരു ഡേയിൽ ഞാൻ ഒരു 5 പേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈവനിങ് ടൈമാണ് സ്റ്റാർട്ട് ചെയ്തത്. ബാക്കിയുള്ളവർക്ക് പിറ്റേ ദിവസം ഇടാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോകാനായിട്ട് ഇറങ്ങിയ ടൈമിലാണ് ആളെ ഫാദർ എനിക്ക് പൈസ കൊണ്ട് തരുന്നത്. മെഹന്തി ഇട്ടേൻ്റെയാണെന്ന് പറഞ്ഞാണ് തരണത്. എൻ്റെ ലൈഫിൽ അത് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ടൈമിലൊരു പോക്കറ്റ് മണി കിട്ടുക എന്നൊക്കെ പറയണത് ഭയങ്കര സംഭവം. അത് നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ സന്തോഷം വേറെ ഇല്ല. പക്ഷെ എനിക്ക് ആ അങ്കിളിൻ്റെ അടുത്ത് നിന്ന് എന്തോ എനിക്ക് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ തോന്നിയില്ല. ആളതുപോലെ എനിക്ക് ഭയങ്കര കംഫർട്ടാകുന്ന രീതിയിലാണ് അവിടെ ആ 2 ദിവസം ഉണ്ടായിരുന്നതും, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതും, സംസാരിച്ചതും, മോളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ പറഞ്ഞ് കോൺഫിഡൻസ് എന്ന് അത്രയും പേർക്ക് എനിക്ക് ഇടാനായിട്ട് ഭയങ്കര ഇതിൽ ആളെനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നതിൽ നിന്ന് ഞാൻ പകുതി എമൗണ്ട് മാത്രം വാങ്ങിയിട്ട് ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ വന്നു. പിന്നെ ഞാൻ ആ കാര്യവേ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം 2 ദിവസം സ്കൂൾ അവധിയായിരുന്നു. ആനിവേഴ്സറിയുടെ അന്ന് ഞാൻ പോയൊരു ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ്, സ്കൂളിൽ എനിക്ക് കൂടെ അറിയാത്ത കുട്ടികളുണ്ട്, ഓരോ ഡിവിഷൻ വേറെ ആയിരുന്നു. അവർ, എൻ്റെ ടീച്ചേഴ്സ്, ഇവർ മെഹന്തി കണ്ടിട്ട് എനിക്ക് തന്നൊരു സപ്പോർട്ടുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു പോലെയാണ്. അന്നാണ് ഞാൻ മനസ്സിലാക്കണത് എനിക്ക് മെഹന്തി ഇടാൻ കഴിവുണ്ടെന്നും ഇത് നമ്മളൊരു പാഷനാക്കി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എമൗണ്ട് കിട്ടുമെന്നും. പിന്നെ ആ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയിൽ എന്ത് ഫങ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും അവർ മെഹന്തി ഇടാൻ കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ടീച്ചേഴ്സിൻ്റെ മക്കൾ മാരേജ് വന്ന ടൈമിലും ടീച്ചേഴ്സ് കോണ്ടാക്ട് ചെയ്തത് തന്നെയായിരുന്നു. ഞാൻ ഒരു 9th പഠിക്കുന്ന ടൈം തൊട്ടാണ് ഞാൻ പുറത്ത് മെഹന്തി ഇടാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഉണ്ടല്ലോ, നമ്മളെ ലൈഫിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് കടന്നു വന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കഴിവ് കണ്ടെത്തുക.